ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റവ ഇഡ്ഡലിയാണ് കേട്ടോ. സാധാ ഇഡ്ഡലി അല്ല, റവ ഇഡ്ഡലി. നമ്മളിപ്പോൾ അതുകൊണ്ട് ഹൈവേയുടെ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് രാവിലെ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങാം. നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ വന്ന് നല്ല റോഡൊക്കെ കണ്ട് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇതെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മൾ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിലെത്തി രാവിലെ. ഇനി കുറച്ച് ഒരു 100 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മൾ കർണാടകയിലെത്തും. നമ്മളെ വണ്ടി തൊണ്ടേ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം രാത്രി നമ്മളൊരു 350 കിലോമീറ്റർ ഓടിയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് നമ്മളിപ്പോൾ ആന്ധ്ര, ഇനിയൊരു 90 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കർണാടക, പിന്നെ തമിഴ്നാട്, പിന്നെ കേരളം. അതാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഉറക്കമൊക്കെ നല്ല ചൂടുണ്ട്. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ആന്ധ്രയിൽ. മറ്റേ നമുക്ക് രാത്രി നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, രാത്രി വലിയ ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം കാണിച്ചല്ലോ, നമ്മളിങ്ങനെ ഹൈവേയിൽ നിൽക്കുകയാണ്. രാവിലെ എല്ലാം വണ്ടിയെല്ലാം ഒന്ന് നോക്കി, വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. ഗ്രീസ് അടിക്കാൻ കഴിഞ്ഞ ദിവസം പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്രീസ് അടിക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് പൊടിയടിച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര ദിവസമായില്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടമാണ്. ഏകദേശം 3000 പുറത്ത് കിലോമീറ്റർ ഞാനിപ്പോൾ ഓടി ഈ വണ്ടി എടുത്തിട്ട്. 3000 ഇനിയിപ്പോൾ മൊത്തമാകുമ്പോഴത്തേക്ക് 4000 കഴിയും. ഇവിടെ ഈ ഒരു ഹൈവേയുടെ പ്രശ്നം കണ്ടോ, ഹമ്പ് കണ്ടോ? ഈ ഹൈവേ ഭയങ്കര ഹമ്പാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ NH16 ആണെങ്കിൽ ഈ ഹൈവേയിലൊന്നും ഹമ്പേ ഇല്ല. പക്ഷേ ഈ ഹൈവേയിൽ ഭയങ്കര ഹമ്പുണ്ട്. അതുകൊണ്ട് വണ്ടി ചില സമയത്ത് നമ്മൾ അറിയാതെ, എന്നാൽ ഒരു ബോർഡ് പോലും ഇല്ലാണ്ടോ. ഇവിടെ ഒരു ഹമ്പുള്ളതിനും എവിടെയും ഒരു ബോർഡൊന്നും കണ്ടില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. ചിലയിടത്ത് ബോർഡുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കും. അപ്പോൾ ഒന്ന് ചാടി അങ്ങ് പോകും കേട്ടോ. ലോഡും പുറത്താകുമ്പോൾ അത് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ റെഡിയല്ലേ? ഇന്നത്തെ യാത്ര തുടങ്ങാമല്ലേ? ഇനി നമുക്ക് ഏകദേശം 900 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. 900 ഇല്ല, 600 ചെല്ലുവാണെങ്കിലോട്ട് പാലക്കാട്. അത് കഴിഞ്ഞ് കൊച്ചി ഉണ്ടല്ലോ. എന്നാ പോയാലോ? നമുക്ക് ആതിരെ കൊണ്ട് തന്നെ ആദ്യത്തെ ഗിയർ ഇടിപ്പിക്കാം. സെക്കൻഡിലിട്ടോ. സെക്കൻഡിൽ കയറിക്കോളും. ചില സമയത്ത് കയറത്തില്ല. ലൈസൻസ് ഇല്ലാതെ ഗിയർ ഇട്ടാ കുഴപ്പമില്ല. വണ്ടി ഓടിക്കാതെ ഏതാ അങ്ങനെ അതേപോലെ അതൊന്നും കുഴപ്പമില്ല. സെക്കൻഡ് ഗിയർ ഇടുന്നതിനൊന്നും കുഴപ്പമില്ല. വണ്ടി ഓടിച്ചാലേ ഉള്ളൂ കുഴപ്പം കേട്ടോ. ലൈസൻസ് ഇല്ലാതെ ഗിയർ ഇട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലല്ലേ ഗിയർ ഇട്ട്. ഓടുന്ന വണ്ടിയല്ലല്ലോ. ഓടുന്ന വണ്ടിയാണെങ്കിൽ പറയാം. അപ്പം എന്തായാലും ഐശ്വര്യമായിട്ട് ആദ്യം ഇട്ട ഗിയറിൽ തന്നെ ഇന്നത്തെ യാത്ര തുടങ്ങാം അല്ലേ? ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പുറത്ത് കാണാം, ഇപ്പുറത്ത് കാണാം. ചേഞ്ച് ആയില്ലേ? അതങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനം കഴിയും തോറും മാറ്റങ്ങൾ നമുക്കത് ഫീൽ ചെയ്യും. അത്ര വ്യത്യസ്തമായ രീതികളാണ് ഓരോ സംസ്ഥാനം. അതാണല്ലോ നമ്മളെ രാജ്യം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും വ്യത്യസ്തമുള്ള രാജ്യമാണ്. അപ്പം ഇനി ഹൈവേ തന്നെയാണ്. ഹൈവേയിലെ വിട്ടുപിടിക്കാം. ആന്ധ്ര ഇത്രയും ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇപ്പോഴാണ് തോന്നുന്നല്ലേ നമ്മള്. അതെ, ഈ ലോറിയിൽ വന്നപ്പോൾ നമ്മൾ അധികം ആന്ധ്രയിലായിരുന്നു. പക്ഷെ ഇത് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്ന ഒരു റൗണ്ട് ട്രിപ്പായിരുന്നു. നമ്മൾ തുടങ്ങിയത് കോയമ്പത്തൂർ ടു ചെന്നൈ. ചെന്നൈയിൽ നിന്ന് നമ്മൾ നേരെ എവിടെ പോയി? ചെന്നൈ നമ്മൾ എവിടെയായിരുന്നു പോയത്? ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണം പോയി. ചെന്നൈ, വിശാഖപട്ടണത്തിൽ നിന്ന് നെല്ലൂര്, വിജയവാഡയിൽ നിന്ന് നെല്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നേരെ ഇപ്പോഴേ ബാംഗ്ലൂരിൻ്റെ ഔട്ടർ വഴി, ഹൊസൂർ വഴി, സേലം വഴി നമ്മൾ നേരെ കൊച്ചിക്ക് പോകും. അപ്പോൾ റൗണ്ടായി. അതിൽ കൂടുതൽ നമ്മൾ ആന്ധ്രയിലായിരുന്നു. ഇപ്പോഴും ആന്ധ്രയിലാണ്. ഇനി കുറച്ചും കൂടെ ദൂരം പോയാൽ നമ്മൾ കർണാടക കയറും. നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലോറി ജീവിതത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും എവിടെയൊക്കെയോ നമ്മൾ നിർത്തി കിടന്നുറങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസത്തിൽ. അതെ, നല്ല രീതിയൊക്കെ ആയിരുന്നു. എന്തായാലും
രാവിലെ 9 മണിയായുള്ളു. 9 മണിക്ക് തന്നെ ഉണ്ടോ നല്ല വെയിലായി. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിൽ. ഗ്ലാസ് അടയ്ക്കുന്ന വേറെ ഒന്നുമല്ല, AC ഉള്ളതുകൊണ്ടല്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. ചില സമയത്ത് കാറ്റടിക്കും, കേൾക്കത്തില്ല. 9 മണിക്കുള്ള ചൂടാണ്. ഇനി അങ്ങോട്ട് ചുട്ട് പഴുക്കും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന പാലക്കാട് ഇന്നലെ ന്യൂസിൽ എന്തായിരുന്നു നമ്മൾ ഉഷ്ണതരംഗമാണെന്ന് പറയുന്നത്. ഉഷ്ണതരംഗത്തിലോട്ടാണ് പോകുന്നത്. ഉഷ്ണത്തിൽ നിന്ന് ഉഷ്ണതരംഗത്തിലോട്ട്. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ അടുത്തൊരു ടോളിലോട്ട് കയറുകയാണ്. എത്ര ടോളല്ലേ ഒരു ലോറി കൊടുക്കുന്നത് ഒന്ന് ആലോചിക്കേ. എത്ര ആയിരം രൂപയാണ് ഗവൺമെന്റിലോട്ടാണ് പൈസ പോകുന്നത്. ഒരു വണ്ടി ഓടുന്നതിൽ വെറുതെ അല്ല, ഒരു വണ്ടി ഓടുന്നതിൻ്റെ ഒരുപാട് പണം ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ ടോള് കൊടുക്കുന്നു, പിന്നെ അല്ലാത്ത വണ്ടി വാങ്ങുമ്പോൾ റോഡ് ടാക്സ് കൊടുക്കുന്നു, പിന്നെ ഇത് ഓടുന്തോറും വണ്ടിയുടെ തേയ്മാനം വരുമ്പോൾ ഓരോ സാധനങ്ങൾ മാറുമ്പോൾ അതിനെല്ലാം നമ്മൾ ടാക്സ് എടുത്തല്ലേ മേടിക്കുന്നത്. ഒരു ലോറി ഓടുമ്പോൾ തന്നെ എന്തുമാത്രം ടാക്സാണ്. ഇൻഷുറൻസിന് ടാക്സ് ഉണ്ട്, എല്ലാത്തിനും ടാക്സ് ഉണ്ട്. ഇത്രയും പൈസ അതിലോട്ട് ടാക്സിലോട്ട് പോകുന്നതുകൊണ്ടാണ് ലോറിയിൽ ലാഭം കുറയുന്നത്. ഇപ്പോൾ ടോളിനൊക്കെ ഇച്ചിരി റേറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നന്നായിരുന്നു അല്ലേ. വലിയ വണ്ടിക്കൊക്കെ ഭയങ്കര ചാർജാണ് കേട്ടോ. അതായത് ഇവിടെ 3 ആക്സിൽ വണ്ടിക്ക് 515 രൂപയാണ്. 3 ആക്സിൽ എന്ന് പറയുമ്പോൾ 12 വീല് വണ്ടിക്ക് 515 രൂപ റേറ്റ്. ആവുന്നില്ലേ? ചില സമയത്ത് ഇത് റീഡ് ആവത്തില്ല. ആ മേക്കാ കാണുന്നില്ലല്ലോ. എന്തോന്നറിയാൻ വയ്യ. ആരും വരുന്നില്ല. ഓക്കെ തുറന്നു. അത് ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ പോലെയാണ്. ഇവിടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് റീഡ് ആവാൻ ഭയങ്കര പാട്. പല സ്ഥലങ്ങളിൽ ഈ സൈഡ് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ എവിടെ വെച്ചാലും ആവേണ്ടതാണ്. പക്ഷേ ഈ ഫാസ്റ്റാഗ് ഉള്ള ഒരു കണക്കിന് ഗുണമായി. പണ്ടില്ല പൈസ കൊടുക്കുന്ന പരിപാടി ആകുമ്പോൾ എത്ര സമയം എടുക്കുമായിരുന്നു ക്യാഷ് ആയിട്ടാകുമ്പോൾ. ഭയങ്കര ക്യൂ ആയിരുന്നു ഓരോ ടോളിലും. ഇപ്പം പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. ഈ അരുണാചല എന്ന് പറഞ്ഞ വണ്ടി ഒരുപാട് കണ്ടു കേട്ടോ. എനിക്ക് തമിഴ്നാട്ടിൽ ഏതോ ഒരു ട്രാൻസ്പോർട്ടിങ് കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ വണ്ടി, ഇഷ്ടം പോലെ അരുണാചലയുടെ വണ്ടി. അതും ഐശ്വർ വണ്ടിയാണ്. കുറേ കണ്ട് അങ്ങോട്ട് പോകുന്നത്. നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. അറിയാവുന്നവർ പറയുക എവിടെയുള്ള കമ്പനിയാണ്. തമിഴ്നാടാന്ന് തോന്നുന്നു. അതുപോലെ VRL ലോജിസ്റ്റിക്സിൻ്റെ ഇവരെ വണ്ടി ഒരുപാട് കാണാം. സേഫ് എക്സ്പ്രസ്, ഇതൊക്കെയാണ് റോഡിൽ സ്ഥിരം കാണുന്ന വണ്ടികൾ. പിന്നെ ഡെലിവറിയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ പൊളി വണ്ടിയാട്ടോ. വോൾവോയുടെ വണ്ടിയാണ് ഡെലിവറിയുടെ. നല്ല കൊറിയർ കമ്പനിയാണ്. നമ്മളിപ്പോൾ എത്ര സ്റ്റേറ്റിൽ പോയി? തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, കർണാടക. ഇപ്പൊ കയറാൻ പോകുന്നത്. പക്ഷെ ഇതുവരെ നമ്മൾ പോയതിൽ ഒരു ചെക്ക് പോസ്റ്റിൽ മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. പിടിച്ചിട്ടുള്ളതല്ല, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോഴും നാഷണൽ പെർമിറ്റ് വണ്ടിയാന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ചെന്ന് കയറിയപ്പോൾ നാഷണൽ പെർമിറ്റ് വണ്ടി പറഞ്ഞപ്പോൾ പുള്ളി വിട്ടു. വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ പണ്ട് വാളയാറൊക്കെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് പാടറിയോ. അത് GST വന്ന പിന്നെ ആ ഒരു ഗുണം ഉണ്ടായി. കൊറിയറിന്ന് ബോർഡുള്ളതുകൊണ്ട് എല്ലാവരും ലോക്കൽ ഓടുന്ന വണ്ടിയാന്ന് പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ വണ്ടിയിൽ കൊറിയർ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതൊരു ഗുണം തോന്നും. അല്ലാതെ വേറെ എവിടെയും നമുക്ക് ചെക്ക് പോസ്റ്റിൽ പൈസ ഒന്നും കൊടുക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ ഇപ്പം എത്ര 3 സ്റ്റേറ്റിൽ പോയാലും ഇനിയിപ്പോൾ 4ാമത്തെ സ്റ്റേറ്റിൽ പോകുമ്പോൾ അറിയാം എന്തുവാണ്. ബിസ്ക്കറ്റ് അമ്പൊക്കെ ചടമ്പ് നോക്കിയെടുത്താലും ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോയല്ല അല്ലേ. എല്ലാം പെട്ടിക്കകത്താണ് സേഫായിട്ട് വെച്ചിരിക്കുന്നത്. മുട്ടയൊക്കെ കൊണ്ടുവന്ന വണ്ടി കാണുമ്പോഴാണ് ഒരു ടെൻഷൻ. ഇങ്ങനെ ഹമ്പ് വരുമ്പോഴേ ചില മുട്ട വണ്ടികളൊക്കെ കാണാൻ പറ്റും. ഈ റോഡിൽ ഭയങ്കര ഹമ്പ്. NH 16 ഹമ്പേ ഇല്ലായിരുന്നു. അത് ചില ഇടയ്ക്ക് റോഡ് കൊള്ളാഴികയുണ്ടായിരുന്നു അവിടെ. അത് മാത്രമല്ല ഇവിടെ ഓരോരോ ഇതുണ്ട്. ഇടയ്ക്ക് സിഗ്നൽ കൊടുത്തിരിക്കുന്നില്ല, അതുകൊണ്ട്. മറ്റടുത്ത് എല്ലായിടത്തും പാലമായിരുന്നു. കുറച്ചും കൂടെ ബെറ്റർ ഹൈവേ അതാണ് എനിക്ക് തോന്നിയത് ഈ 44-നേക്കാളും.
ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്, വേറെ ഒന്നുമല്ല, ഒരു അടിപൊളി ഒരു കമ്പനി കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറയുന്നത് ആനന്ദ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ആന്ധ്രാപ്രദേശിൽ. അതുകൊണ്ടേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിയയുടെ പ്ലാന്റ് കാണാം കേട്ടോ. കിയ കാറിൻ്റെ വണ്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അടിപൊളി, എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ, ഒരു വിദേശ രാജ്യം പോലെ ഉണ്ട് കേട്ടോ. വലിയൊരു കമ്പനി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടേ അടിപൊളി. അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഫുള്ള് വണ്ടി ഉണ്ടാക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, നമ്മൾ ഈ ഹൈവേയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം കേട്ടോ. അടിപൊളി. ആദ്യമായിട്ടല്ലേ നീ ഒരു വണ്ടി ഉണ്ടാക്കുന്ന കമ്പനി കാണുന്നത്? ഞാൻ ഇതിനു മുമ്പേ ഇവിടെ കണ്ടിട്ടുണ്ട്, മറ്റേ ഓൾ ഇന്ത്യ ബൈക്കിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ റോഡ് സൈഡ്. ഇത് 2017 കേട്ടോ നമ്മുടെ കിയ ഇന്ത്യയിൽ ഈ ഒരു പ്ലാന്റ് ആരംഭിച്ചത്. കിയ എന്ന് പറയുന്നത് നമ്മൾ ഹുണ്ടായി ഇല്ലേ, ഹുണ്ടായി കാറില്ലേ, ഹുണ്ടായിയുടെ സെയിം ഇത് തന്നെയാണ്, ജപ്പാൻ. അപ്പം ജപ്പാനല്ല, കൊറിയ, മാറിപ്പോയി, സൗത്ത് കൊറിയ. എനിവേ നമ്മൾ അത് കണ്ടുകൊണ്ടൊന്ന് നിർത്തിയതാണ് കേട്ടോ. നല്ല കാറ്റല്ലേ ഇവിടെ? ആ, വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ഓടി ഓടി വരികയാണ്. ഇന്നലെ നമ്മൾ ആ ഇതില്ലേ ഡെഫ് അടിച്ചപ്പോൾ, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് അടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് മറിഞ്ഞുണ്ടോ, അതിങ്ങനെ വെള്ളയായിരിക്കുന്നത്. വേറെ കല്ലൊക്കെ കയറിയിട്ടുണ്ടോന്നൊക്കെ നോക്കണം, കിളിയുടെ ജോലി അതൊക്കെ. വീലിൽ വല്ല കല്ലൊക്കെ കയറിയിട്ടുണ്ടോന്നൊക്കെ. നേരെ റോഡിൽ കൂടെ പോയാൽ ചിലപ്പോൾ കല്ലൊക്കെ കയറും, കുഴപ്പമൊന്നുമില്ല. നമ്മളെ പാത്രമെല്ലാം ലോക്കാണല്ലോ, മേടിച്ചിട്ട് അതിനകത്ത് വെച്ചതാണ്, പിന്നെ എടുത്തിട്ടേ ഇല്ല. ഗ്യാസ് കുറ്റി നമുക്ക് മേടിക്കാം, അടുത്ത പ്രാവശ്യം മേടിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, ഇത് സീൽ ചെയ്ത് തരുന്ന സാധനമാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട് വണ്ടി നിർത്തുമ്പോൾ ഒക്കെ. അല്ലെങ്കിൽ ഇതൊരു കവറിട്ട് കെട്ടി വെക്കണം, അങ്ങനെ ഇത് പോകത്തില്ല കേട്ടോ. ഇതൊരു സിംഗിൾ ലോക്കാണ്. ഇനി ഇത് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റൂ, അല്ലാതെ ഊരാനൊന്നും പറ്റത്തില്ല. ഇതങ്ങ് പൊട്ടിച്ച് കളയണം. നമ്മളെ ലിവർ വെച്ച്, ജാക്കി ലിവർ വെച്ച് അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ലോഡ് എല്ലാം സെറ്റാണ്, എല്ലാം ഓക്കെയാണ്. ഹൈവേ ഇങ്ങനെ വണ്ടി പോകുന്ന കാണാൻ നമുക്ക് നല്ല രസമല്ലേ. അതുകൊണ്ടേ ഈശ്വർ ആണെങ്ങനെ നോക്കുന്നത്, എന്താ സംഭവം. അതാണ് ഹൈവേ യാത്ര. ഇപ്പുറത്തൊക്കെ നമുക്ക് ഇതുകൊണ്ട് മലകളെല്ലാം കാണാം. ഈ മലയുടെ മുകളിലെല്ലാം ഓരോ കാറ്റാടി പാടങ്ങൾ. ഗൾഫ് കണക്കിരിക്കും ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ഇതിനുമ്പോൾ ഗൾഫിൽ പോയിട്ടില്ല, എങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ കണ്ടണമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം സൗദി അറേബ്യ പോലെയൊക്കെ ഉണ്ട് ഈ ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. എന്താ ആ, റെയിൽവേ ട്രാക്കും ഉണ്ടല്ലേ, വലിയ പ്ലാന്റുകളും ചുറ്റും മലകളൊക്കെ ആയിട്ട് കറക്റ്റ് ഗൾഫ് പോലെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് വണ്ടി എടുത്താലോ, പോവാം. നമ്മളങ്ങനെ കർണാടക സ്റ്റേറ്റിലോട്ട് കയറുവാണ് കേട്ടോ. ഈ ടോള് കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റ്. ഇതുകൊണ്ട് അരുണാചലം, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എത്ര വണ്ടി അറിയോ നമ്മൾ കണ്ടത്. അപ്പൊ അതിന് അത്ര ലാഭം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ലേ? കമ്പനികളാകുമ്പോഴേ ഇവിടുത്തെ പറഞ്ഞാൽ വണ്ടി ലോണിന് ഒരുപാട് വണ്ടി ഒന്ന് 0 ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുക്കും. ഇപ്പൊ തന്നെ 10-14 വണ്ടി, മാസം 4-5 വണ്ടിയൊക്കെ എടുത്തു വരും. അങ്ങനെയാണ് വലിയ വലിയ കമ്പനി ഉണ്ടാവുക, എത്ര വണ്ടിയാണ്. അപ്പം നമ്മൾ കർണാടകയിലോട്ട് കയറി. ഇനി നമുക്ക് കർണാടകയിൽ കയറിയിട്ട് നമ്മൾ ഡീസൽ അടിക്കാൻ നിൽക്കുമായിരുന്നു, കാരണം കർണാടകയിൽ റേറ്റ് കുറവാണ്. നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ബാംഗ്ലൂര് മെയിൻ NH44 കയറാതെ ഹോസ്പെട്ട് വഴി, അതായത് സിറ്റിയിലൊക്കെ ഭയങ്കര ട്രാഫിക് ഒക്കെ ആവുന്നുണ്ട്. ആ ഹൈവേ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹോസ്പെട്ട് വഴി നേരെ ഹൊസൂർക്ക് ചാടുന്ന ഒരു റൂട്ടുണ്ട്. അതായത് ഹൊസൂർ എന്ന് പറയുമ്പോൾ തമിഴ്നാട് കർണാടക ബോർഡർ, ആ റൂട്ടിലേക്കൂടെ കയറി. ഇതിലിച്ചിരി എന്താ പറയുക, ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ആണെന്നേ ഉള്ളൂ, എന്നാലും ട്രാഫിക് ഒന്നുമില്ല. അപ്പം നമ്മൾ നേരെ ഹൊസൂർ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, ചോറല്ല ഹൊസൂർ പോയിട്ട് കഴിക്കാം. ഇതൊരു 30 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഹൊസൂർ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറും ഉടനെ. 80 മീറ്റർ ലെഫ്റ്റ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഹൈവേയുടെ സൈഡ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. സമയം വൈകിട്ട് 4 മണി ആയി കേട്ടോ. എന്നാലും
നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ്? ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫേവറേറ്റ് ബിരിയാണി ആയ സ്റ്റാർ ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നേരെ പോയ കൃഷ്ണഗിരി, സേലം അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഞാൻ പലപ്പോഴും ബാംഗ്ലൂർ വരുന്ന സമയത്തൊക്കെ തിരിച്ച് പോകുമ്പോൾ ഈ സ്റ്റാർ ബിരിയാണി കയറി ബിരിയാണി കഴിക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പം ആംബൂർ സ്റ്റാർ ബിരിയാണി നേടില്ലേ, ഇവിടെ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം. ഞങ്ങൾ നല്ല ഓടിങ്ങി വന്നു, കുറേ ദൂരം ഓടിച്ചു, കണ്ടിന്യൂസ് ഒരു ഹൈവേയിൽ ഓടിച്ച് ഇവിടെ എത്തി. ആണ് ഇവിടെ നല്ല തിരക്കൊക്കെ ഉള്ളൊരു കടയാണ്. ഞാനും ആദ്യം ഇവിടെ കോയമ്പത്തൂർ സ്റ്റാർ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ, ആദ്യമായിട്ടാണ്. എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇനി ഒരു 346 കിലോമീറ്റർ ഉണ്ട് പാലക്കാട്. പിന്നെ അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ കൂടെ. രാത്രിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാലക്കാട് പോകും. ഇലയിലാണ് കേട്ടോ ഇവിടെ ബിരിയാണി തരുന്നത്. തമിഴ്നാട് സ്റ്റൈലാണ് ഇലയിൽ ബിരിയാണി തരുന്നത്. ഇത് ആംബൂർ ദം ബിരിയാണി. ചൂടത്തുനിന്ന് നേരെ ഇതിനകത്തോട്ട് വന്നപ്പോൾ ആശ്വാസമുണ്ട് കേട്ടോ. വെളിയിൽ പുറത്ത് നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് ബിരിയാണി എത്തിക്കഴിഞ്ഞു. പെട്ടെന്നാണല്ലോ. നൈസ് സാധനമാണ് ഇത്. എന്ന് പറഞ്ഞാൽ അടുത്ത് കാണിച്ചോ, ലൈറ്റ് റൈസാണ്. നമ്മളിപ്പോൾ ഹൈദരാബാദിൽ കഴിക്കുന്ന വലിയ അരിയല്ലേ അല്ലേ? ഇതെനിക്ക് തോന്നിയില്ല, ലൈറ്റാണ്. ഹൈദരാബാദ് ബിരിയാണിയേക്കാളും ടേസ്റ്റ് തോന്നിയത് ആണോ? മറ്റേ നമ്മൾ കഴിച്ചല്ലേ ഹൈദരാബാദിലെ, എന്തായിരുന്നു പാരഡൈസ്. പക്ഷെ പാരഡൈസ് ഇപ്പം അത്ര വലിയ ഇതെല്ലാം തോന്നുന്നില്ല. അതിനേക്കാളും വേറെ ഒരുപാട് ബിരിയാണികളുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചിക്കനാണ്. എന്താ പറയുക, ലൈറ്റാണ്. ഇത് പുഴുങ്ങിയിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് അതിൻ്റെ പ്രത്യേകത. ചെറിയ റൈസ്, പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയും. പിന്നെ ഇതെന്ത് കറി? വഴുതനങ്ങ മസാല അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില. ഞാൻ കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. നമ്മൾ ചിക്കനെ കഴിക്കാറുള്ളൂ, മട്ടൻ അങ്ങനെ കഴിക്കാറില്ല. എന്നാൽ പിന്നെ വിശക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നില്ല, പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. 4 മണിക്കാണ് ഞങ്ങൾ കഴിക്കുന്നത്. 4 രൂപ. നമ്മളെന്തായാലും ബിരിയാണിയൊക്കെ കഴിച്ച്, ബിരിയാണി അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ 482 രൂപയാണ് 2 ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് കൂടുതലാണ്, അത്യാവശ്യം കൂടുതലാണ്. എനിവേ നമ്മളത് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട് വന്നതാണ്. പക്ഷെ പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ പണ്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തോന്നി. നമ്മൾ കോയമ്പത്തൂർ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് തോന്നി. അതിൻ്റെ അത്രയും പോരാ ഇത്. അതൊക്കെ ഫുള്ള് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ കാണിച്ച് കഴിക്കുന്നതിന് മുമ്പുള്ളതാണ്. കോയമ്പത്തൂര് അത് എന്താണെന്ന് അറിയാൻ പയ്യ. എന്നാൽ കയറിക്കോ, നമുക്ക് പോവാം. ഇനി അപ്പുറത്ത് ലോക്കാണല്ലോ. ഞാൻ തുറന്നു തരാം ഇല്ലേ, താക്കോലിട്ട് തന്നെ തുറന്നു തരാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തോപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് കേട്ടോ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങൾ മിക്ക സമയങ്ങളിൽ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ അനൗൺസ്മെന്റ് വരെ ഉണ്ട്, പയ്യെ പോകുന്ന അതൊക്കെ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. 30 സ്പീഡില് പോവാമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ പലപ്പോഴായിട്ട് ലോറികളൊക്കെ എന്താ പറയുക, തലകുത്തനെ മറിയുന്ന സ്ഥലമാണ്. നിങ്ങളെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തോപ്പൂർ ആക്സിഡന്റ് അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വരുവാണ്. ഇവിടെയൊക്കെ ആക്സിഡന്റ് പടം കൊടുത്തിരിക്കണ്ടോ. ഗോസ്ലോ ഭയങ്കര ഡേഞ്ചർ ആട്ടോ. പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങൾ ലോഡും പുറത്ത് സ്പീഡിൽ വന്ന് ചവിട്ടി കഴിഞ്ഞാൽ അതിന് ഇത് കിട്ടത്തില്ല, ബ്രേക്ക് വളരെ സ്ലോ ആയിരിക്കും. തോന്നില്ല, ഇതൊരു ഗാർഡ് സെക്ഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ഈ സാധാ ഒരു റോഡായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമൽ രീതിയിൽ, ഇപ്പൊ അറിയാത്തവരാണെങ്കിൽ നോർമൽ രീതിയിൽ അങ്ങ് വന്നു പോകും. ഞാൻ ഇന്നത്തെ ഒരുപാട് വട്ടം ഇതിലെ കൂടെ വന്നുകൊണ്ട് എനിക്കറിയാം. ഇവിടെ നമ്മൾ ഗിയറിലെ വണ്ടി ഇറക്കാവും. ഗോസ്ലോ എത്ര അടുത്ത് വിളിച്ചാലും ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇങ്ങനെ സ്ഥലമുണ്ട്, പക്ഷെ കണ്ടാ തോന്നത്തില്ല. എവിടെയെല്ലാം ഗോസ്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്യാമറ ബൈക്കിൽ എത്ര കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു ലോറി ഇങ്ങനെ ഇടിച്ചു വീഴുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. ഒരു നാട്ട് റോഡാണ്. അങ്ങോട്ട് നമ്മൾ ഇറങ്ങുവാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുമ്പോൾ നിരപ്പായിട്ടൊക്കെ തോന്നും, പക്ഷെ വണ്ടി വലിക്കത്തില്ല. ഗോ ഓൺലി സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞ അവിടെ എഴുതിയിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ളവർക്ക് ഈ സെക്ഷൻ അറിയാൻ പറ്റും. വൺ ഓഫ് ദി ഡേഞ്ചർ ഏരിയ ആണ്.
പറയാനുള്ള വെളിയിലുള്ള വണ്ടികളാണ് അവര് കത്തിച്ചാ പോകുന്നത്. NL നാഗാലാൻഡ്, പക്ഷെ നാഗാലാൻഡ് ഒന്നും ആയിരിക്കത്തില്ല, NL ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നാഗാലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. നല്ല കുതിരാനും ഡേഞ്ചർ ആയിരുന്നു. ഇപ്പൊ പിന്നെ ടണലൊക്കെ വന്ന പിന്നെ കുതിരാൻ വലിയ കുഴപ്പമില്ല. പണ്ട് കുതിരാൻ ടണല് പണിയുന്ന സമയത്ത് ഒത്തിരി ആക്സിഡന്റ് ഉണ്ടാവുമായിരുന്നു. ഓൺലി സെക്കൻഡ് ഗിയർ എല്ലായിടത്തും 8 സ്പീഡ് 30 കിലോമീറ്റർ ഹമ്പൊക്കെ കൊടുത്ത് മാക്സിമം ആൾക്കാർ സ്ലോ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ റോഡിൽ ലൈറ്റ് അടിക്കുന്നുണ്ടാവും പറഞ്ഞിട്ട്. ഞാൻ പയ്യാണ് പോകുന്നത്, സെക്കൻഡ് അല്ല തേർഡിലാണ് ഇട്ടിരിക്കുന്നത്. അതാണ് കണ്ടാ നോർമലായിട്ട് തോന്നുന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു വണ്ടി. പ്രത്യേകിച്ച് വലിയ വണ്ടിയൊക്കെ ഇറങ്ങി വരുമ്പം നമ്മള് ചെറിയ വണ്ടി പോകുന്നവര് വേണം അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് ഈ ഇടയ്ക്ക് നടന്ന ആക്സിഡന്റിന്റെ ഫോട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഈ സെക്ഷൻ കഴിയാറായി. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ഇത് കാണും, ഒരു അപാകത കാണും. റോഡിന്റെ ആയാലും ആ ഒരു ഏരിയയുടെ ആയാലും അതിനെ കൊണ്ടായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് റൈറ്റിലേക്ക് കൂടെ ഓവർടേക്ക് ചെയ്യരുതെന്നാണ്. സാധാരണ റൈറ്റില് ചെയ്യാനാ പറയുന്നത്, റൈറ്റില് ചെയ്യരുതെന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? റൈറ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? അടിയിലോട്ടൊക്കെയാണ് ലോറികളൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടായിരിക്കും. ഇത് കുറച്ചും കൂടെ പോയാൽ നമ്മൾ സേലത്തെത്തും. നമ്മൾ ഇന്ന് രാത്രി ആകുമ്പോൾ പാലക്കാട് എത്തും. നമ്മൾ നാളെ രാവിലെയാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ, ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കൂളായിട്ട് പോകാം. നമ്മളപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു യാത്രയായി പോയി. ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്തേരെ കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ കേരളത്തിലോട്ട് കയറുവാണ്. അതായത് ഇന്ന് രാവിലെ 6 മണി തൊട്ട് തുടങ്ങിയ ഡ്രൈവാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് ഇല്ലേ, വാളയാർ ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കടക്കുവാണ്. ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. സമയം ഇപ്പം എത്ര ആയിരുന്ന വിചാരം? 1 മണിയായി. 1:11 ഒറ്റ ഓട്ടിപ്പായിരുന്നു കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് ഇന്ന് പാലക്കാട് എത്തണം എന്നുള്ളതുകൊണ്ട് ഒറ്റ ഓട്ടിപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ പോലും അധികം എടുത്തില്ല. നമ്മളങ്ങനെ വാളയാർ ക്രോസ് ചെയ്യുവാണ്. പണ്ട് സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചോ നമ്മൾ ഒരു ദിവസം ലോറിയിൽ വാളയാർ ക്രോസ് ചെയ്തല്ലേ? പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന സിനിമയാണ് മറ്റേ വാളയാർ പരമശിവുള്ള എന്തായിരുന്നു സിനിമയുടെ പേരില്ലേ, ദിലീപേട്ടന്റെ പടം ഉണ്ടല്ലോ, വാളയാർ പരമശിവ് എന്നേ പേര് വരത്തുള്ളൂ. സിനിമയുടെ പേര് പറഞ്ഞു റൺവേ. അതെ അതെ, ആ സിനിമയില് പറയുന്നതാണല്ലോ വാളയാറും. പക്ഷെ ആ സിനിമ കണ്ടപ്പോ അന്ന് വിചാരിച്ചില്ലല്ലേ നമ്മള് ഇങ്ങനെ ലോറിയിൽ വാളയാറ് ക്രോസ് ചെയ്ത് നാട്ടിലോട്ട് പോകുന്നു. നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോഴല്ലേ? ഇപ്പോഴാണ് നമ്മൾ കേരളത്തിലോട്ട് കയറുന്നത്. നമ്മള് തമിഴ്നാട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഈ ഒരു ട്രിപ്പ് 20 ദിവസത്തെ ട്രിപ്പ് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി. ഇപ്പൊ എന്താണ്ട് കേരളത്തിലോട്ട് കയറുവാണ്. നമ്മൾ കൊച്ചിക്കാണ്. കൊച്ചിക്ക് ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് ചെന്നിട്ട് ഇപ്പം തന്നെ 1 മണി ആയില്ലേ. ഇനി രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നേരെ കൊച്ചിയിലോട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സന്തോഷമല്ലേ? കയറി ഉടനെ കൊണ്ട് ഫൈൻ ബോർഡ് ഉണ്ട്. ആദ്യം കാണുന്ന ഫൈൻ്റെ ബോർഡാണ് 1000 രൂപ പെനാൽറ്റി. റൈറ്റ് സൈഡിലെ കൂടെ വണ്ടി ഓടിച്ചാൽ കേട്ടോ. അതെന്തായാലും കൊള്ളാം. ഈ സൈഡ് നമ്മൾ വാളയാർ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ എല്ലാം ലോട്ടറി കടകളാണ്. ഇപ്പൊ 1 മണി സമയത്ത് കാണുമെന്ന് അറിയാൻ ഉണ്ടല്ലേ. 24 hours ലോട്ടറി കടയൊക്കെ ഉള്ള സ്ഥലമാണ് വാളയാർ. അതുകൊണ്ടേ കാണാം.
അതെല്ലാം ലോട്ടറി കടകളാണ്. അങ്ങനെ നമ്മൾ ഈ വാളയാർ എത്തുന്നതിന് മുമ്പുള്ള റോഡ് ഭയങ്കര മോശമാണ്. ഈ LNT റോഡ് അവിടെ ഒരു വികസനവും ഇല്ലാത്ത റോഡാണ്. അത് അവർ എന്തോ ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ടുള്ള എന്തോ ഒരു ഡീലിംഗ് ആണെന്ന് തോന്നുന്നു. അവിടെ മാത്രം 4 വരി പാതയില്ല LNT റോഡിൽ. അത് കഴിഞ്ഞ് നമ്മൾ വാളയാർ കഴിഞ്ഞ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എറണാകുളം വരെയും നല്ല അടിപൊളി 4 വരി പാതയാണ്. നല്ല സുഖമാണ്. ഇനി നമുക്ക് വിട്ടു പോയി കഴിഞ്ഞാൽ പാലക്കാട് എത്താം. കുറെ ഒരു 30 കിലോമീറ്റർ കാണത്തുള്ളൂ. നല്ല സുഖ റോഡുമാണ്. മറന്നു പോരുത്, നമ്മളിപ്പോ ഇത്ര നേരം അവിടുന്ന് പലതും ഇടതൊക്കെ ആയിട്ട് നമ്മൾ വന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മറന്നു പോകും. കാരണം അവിടെ നമ്മൾ പലതരം ഇടത്തിലൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ, തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ. ഇവിടെ പലയിടത്ത് ക്യാമറ ഉള്ളതുകൊണ്ടേ അതൊരു ശ്രദ്ധ വേണം. 1000 രൂപ പെനാൽറ്റി. വണ്ടിയുടെ പേരിലങ്ങ് വരും, RC ബുക്കിൽ മെസ്സേജ് അങ്ങ് വരും. തമിഴിലൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. തമിഴ് ഡ്രൈവർമാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. ഏതൊരു തമിഴ് ഞാൻ കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞായിരുന്നു, പുള്ളിക്ക് വണ്ടിക്ക് ഇതുപോലെ പെനാൽറ്റി കിട്ടിയെന്ന്. പുള്ളി അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തു, ആ സമയത്ത് അങ്ങോട്ട് അടിച്ചെന്നാ പറയുന്നത്. അപ്പൊ ഇനി നേരെ നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം. നമ്മളപ്പം ഒരുപാട് ടോളുകൾ കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ടോളാണ് കേട്ടോ. വാളയാർ വടക്കാഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ് പാമ്പമ്പള്ളം ടോൾ. കേരളത്തിലെ ടോളിൽ കയറാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് കേരളത്തോട്ട് വരുമ്പോഴുള്ളൊരു ഫീൽ അത് വേറെ തന്നെയാണ്. പക്ഷെ തുറക്കുന്നില്ലല്ലോ. കുറച്ച് അടുത്തോട്ട് പോകാൻ. ഇനി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇടിച്ചു നിർത്തേണ്ടി വരും. ബാലൻസ് ഉണ്ട്. ആ സ്ഥാനം ഒന്ന് സ്കാൻ ചെയ്താൽ മതി. രാത്രി ആയാലും ഇഷ്ടംപോലെ ലോറികളുണ്ടെന്ന്. മൊത്തം ലോറികൾ, ഇഷ്ടം പോലെ ലോറികളാണ്. ഇഷ്ടം പോലെ കാണണ്ടേ. വാട്ടർ സ്കാനൊക്കെ പോകുന്നു. പണ്ടേ ആള് പോകുമ്പോൾ ഇവിടെ കാറിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഒതുക്കിയിട്ട് കിടന്നുറങ്ങാറുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ ലോറികൾ ഒതുക്കിയിട്ടിരിക്കുക. നല്ല ക്ഷീണിച്ച് വന്നതായിരുന്നു സത്യം പറഞ്ഞാട്ടെ. ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച്. പക്ഷെ നമ്മൾ ആ കേരള ബോർഡർ കഴിഞ്ഞപ്പോ ഒരു എനർജി കിട്ടിയ പോലെ. അതാണ് മെയിൻ ആയിട്ട് പൊടി. ബാക്കി എല്ലായിടത്തും ഈ പൊടിയാണ്. നമ്മുടെ കേരളത്തിൽ എത്തിയപ്പോ കണ്ടോ ആ പൊടിയൊക്കെ പോയി. നമുക്ക് അതാണ് നമ്മുടെ നാടിനൊരു ഭംഗിയുണ്ട്. നമ്മൾ പുറത്തോട്ട് പോയി വരുമ്പോൾ ആ ഭംഗി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ല. റോഡൊക്കെ എന്ത് വൃത്തിയായിരിക്കുന്നത്, പൊടിയില്ല. മറ്റേ നമ്മള് വണ്ടി ഓടിച്ച് കഴിയുമ്പോ നമ്മള് കഴുത്തിനെ നമ്മള് കഴുത്തില്ലേ അങ്ങോട്ടൊക്കെ നല്ല റോഡുകൾ തുടങ്ങുമ്പോഴത്തേക്ക് കഴുത്തിനകത്തെല്ലാം പൊടിയായിരിക്കും. അത്രയ്ക്ക് ടെസ്റ്റാണ് അവിടെ. അത് ചോദിക്കുമ്പോൾ നമ്മളിവിടെ പൊടിയൊന്നും ഇല്ല, വളരെ കുറവാണ്. കഞ്ചിക്കോട് പാലക്കാട്. കൊച്ചി 133, തൃശ്ശൂർ 65, കോഴിക്കോട് 141 കിലോമീറ്റർ. നമ്മളങ്ങനെ ചന്ദ്രാനഗർ എത്തിയിട്ടോ. ചന്ദ്രാനഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പാലക്കാടുള്ള ഒരു മെയിൻ സ്ഥലമാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മലബാർ സൈഡിലോട്ടൊക്കെ പോവാം, നേരെ കൊച്ചിക്ക് പോവാം. നമ്മളിവിടുന്ന് തിരിഞ്ഞു പോകണം കേട്ടോ. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ടൗണ് ആ ഏരിയയിലൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴിക്കോടും മലപ്പുറം ഒക്കെ പോവാം. നമുക്കിവിടെ തിരിയാം. പാലക്കാടുള്ളവർക്കറിയാം ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ചന്ദ്രാനഗർ. സമയത്തായതുകൊണ്ട് തിരക്കൊന്നുമില്ല. 1:34 ഈ സമയത്ത് ആദ്യമായിട്ട് ഇതുവഴി ലോറിയായിട്ട് വരുന്നു. നമ്മൾ ഈ സമയത്തൊക്കെ വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. നേരെ ഇനി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ബാക്കി നാളെ രാവിലെ കൊച്ചിക്ക് പോവാം. ഞാൻ എന്താ രാവിലെ റെഡി ആയിട്ട് നേരെ കൊച്ചിക്ക് പോവാണ്. ആതിരെ വീട്ടിലാക്കി. അപ്പോൾ ആതിരെ കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കൊച്ചിയിലോട്ട് പോകുന്നത് കേട്ടോ, ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.